പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, അങ്ങയുടെ ശക്തമായ സാന്നിധ്യത്തെ ഞങ്ങൾ ധ്യാനിക്കുന്ന ദിനങ്ങളാണ്. മനുഷ്യനായിട്ട് അവിടെ നിന്ന് പിറന്ന് ഇമ്മാനുവേലായി ദൈവം നമ്മോടുകൂടെ വസിക്കുന്ന ആ ഒരു അനുഭവമായിട്ട് ഞങ്ങളോടൊപ്പം കർത്താവെ എന്നും അങ്ങ് കൂടെ ഉണ്ടെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. ഈ ദിനത്തിൻ്റെ ആരംഭത്തിൽ കർത്താവെ, അങ്ങയുടെ ശക്തമായ സാന്നിധ്യം ഞങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടാകട്ടെ. കർത്താവെ, അങ്ങ് ജീവിക്കുന്ന ദൈവമാണ് എന്ന് കർത്താവെ ഞങ്ങൾ തിരിച്ചറിയട്ടെ. ആ ജീവിക്കുന്ന ദൈവത്തിൻ്റെ ആ മക്കളായി ഞങ്ങൾ ദൈവത്തെ മറ്റുള്ളവർക്ക് കൊടുക്കാൻ വലിയ കൃപ ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണമേ. ആമേൻ. ഈശോയിലെ പ്രിയമുള്ളവരെ, തിരുവചനം നമ്മോട് പറയുകയാണ്. കൊളോസ്യർക്കെഴുതിയ ലേഖനത്തിന്റെ 3-ാം അധ്യായം 17-ാം തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്നു, എല്ലാം കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ ചെയ്യുക. എല്ലാം കർത്താവായ ദൈവത്തിന്റെ നാമത്തിൽ ചെയ്യുക. നമ്മൾ തിരുവചനത്തിൽ വീണ്ടും വായിക്കുന്നുണ്ട്. എഫെസ്യർക്കെഴുതിയ ലേഖനത്തിന്റെ അവിടെ 6-ാം അധ്യായം 7-ാം തിരുവചനം പറയുന്നു, മനുഷ്യന് വേണ്ടിയല്ല കർത്താവിന് വേണ്ടി എന്ന വണ്ണം സന്മനസ്സോടെ നിങ്ങളുടെ ശുശ്രൂഷകളൊക്കെ ചെയ്യുക. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ എന്തുകൊണ്ടാണ് മടുത്തു പോകുന്നത്? എന്തുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പലപ്പോഴും മുന്നോട്ട് പോകാൻ നമുക്ക് പറ്റാത്തത്? നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും വിജയം ഭരിക്കാൻ കഴിയാതെ പോകുന്നത് എന്തുകൊണ്ടാണ്? നമ്മൾ മനുഷ്യർക്ക് വേണ്ടി പലതും ചെയ്തുകൊണ്ടിരിക്കുക. നമ്മുടെ ജീവിതത്തിൽ ആ ദൈവത്തിന്റെ സാന്നിധ്യം തിരിച്ചറിഞ്ഞുകൊണ്ട് വിശുദ്ധിയിൽ ജീവിക്കാനായിട്ട് നമുക്ക് പറ്റണം. വിശുദ്ധി എന്ന് പറയുന്നത് ദൈവവിചാരമാണ്. ജീവിക്കുന്ന ദൈവത്തിന്റെ സാന്നിധ്യം തിരിച്ചറിയലാണ്. അവിടുന്ന് ജീവിക്കുന്ന ദൈവമാണ്. അവിടുന്ന് തൻ്റെ മനുഷ്യാവതാരത്തിലൂടെ നമ്മോടൊപ്പം അവിടുന്ന് ജീവിക്കാൻ ആഗ്രഹിക്കുകയാണ്. അവിടുന്ന് അപ്പമായിട്ട് നമ്മോടൊപ്പം ഉണ്ട്. അവിടുന്ന് വിശുദ്ധ സക്രാരിയിൽ നമ്മോടൊപ്പം വസിക്കാൻ ആഗ്രഹിക്കുന്നു. ലോകത്തിന്റെ അവസാനം വരെ ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും എന്ന്. ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും ആ ദൈവത്തിന്റെ ശക്തമായ സാന്നിധ്യം നമുക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കട്ടെ. പ്രിയമുള്ളവരെ, വിശുദ്ധി എന്ന് പറഞ്ഞ് മറ്റൊന്നുമല്ല, ജീവിക്കുന്ന ദൈവം, ഫീലിംഗ് ദ പ്രസൻസ് ഓഫ് ദ ലിവിംഗ് ഗാഡ്. അവൻ എന്നോടൊപ്പം എപ്പോഴും ഉണ്ട്. കൊച്ചു കൊച്ചു കാര്യങ്ങളിൽ പോലും ദൈവത്തിന്റെ ആ സാന്നിധ്യം, അസാധാരണമാംവിധം നമ്മളെ വഴി നടത്തുന്ന ദൈവത്തിന്റെ സാന്നിധ്യം നമുക്ക് തിരിച്ചറിയാനായിട്ട് പരിശ്രമിക്കാം. ഈ ദിനം, ഈ ദിവസം പ്രത്യേകമായിട്ട് നമുക്ക് അതിനുവേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവായ ദൈവമേ, കൂടെ നടക്കുന്നവനായ അങ്ങയുടെ സാന്നിധ്യം ഞങ്ങൾ തിരിച്ചറിയട്ടെ. ഞങ്ങൾ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും കർത്താവെ, അങ്ങയെ പ്രതി ചെയ്യാൻ മടുപ്പ് കൂടാതെ ജീവിതത്തിന്റെ ഓരോ നിമിഷങ്ങളിലും അങ്ങ് മഹത്വപ്പെടുന്നതിന് വേണ്ടി, കർത്താവെ, മനുഷ്യന് വേണ്ടിയല്ല അങ്ങയ്ക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്യാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണമേ. ഒരു നിയോഗത്തോടുകൂടെ ഞങ്ങളുടെ ജീവിതം ഞങ്ങൾ മുന്നോട്ട് നയിക്കട്ടെ. ഓരോ കൊച്ചു പ്രവൃത്തി ചെയ്യുമ്പോഴും ഞങ്ങൾക്ക് നിയോഗമുണ്ടാകട്ടെ. അത് അങ്ങയെ മഹത്വപ്പെടുത്താൻ, ആത്മാക്കളെ നേടാൻ, എൻ്റെ തന്നെ പാപത്തിന് പരിഹാരമായിട്ട് കാഴ്ചവെക്കാൻ, കർത്താവെ, രക്ഷയിലേക്ക് നയിക്കുന്ന ഒരു ദൈവത്തിൻ്റെ പ്രവൃത്തിയാക്കി ജീവിക്കുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യമായിട്ട് ഞാനും മാറട്ടെ. അതിനുള്ള കൃപയ്ക്കായി ഞാൻ പ്രാർത്ഥിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.